സുഹൃത്തുക്കളെ, സുരേഷ് ചേട്ടൻ കരയാന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പോൾ ഗംഭീര കരച്ചിലായിരിക്കും എന്ന്. വഴി നീളെ കേരളത്തിൽ എവിടൊക്കെയാണോ മൈക്ക് കിട്ടുന്നത് ആ മൈക്കെല്ലാം എടുത്തിട്ട് എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ, എയിംസ് ഞാൻ ആലപ്പുഴ കൊണ്ടുവരും മറ്റേ മോനെ, എയിംസ് ഞാൻ തൃശ്ശൂർ കൊണ്ടുവരും മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞിരുന്നൊരു പാവം ചങ്ങാതിയാ. സത്യം പറയാലോ, BJP-ക്കാർക്ക് പോലും 5 പൈസയ്ക്കൊരു വില ഈ ഒരു മനുഷ്യനോട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇയാളെ പ്രതീക്ഷ ഞാനിപ്പോൾ എങ്ങനെയൊക്കെ ജയിച്ചു വന്നു, ഞാനങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ അപാരമായിട്ടുള്ള ബന്ധമുള്ള ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ് ഞാൻ പറയുന്ന സ്ഥലത്ത് കുറ്റിനാട്ടും എന്നൊക്കെ ഒരു അബദ്ധധാരണ ഈ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്തുണ്ടായി? എയിംസ് ഇല്ല, തേങ്ങയില്ല, ആകെ കേരളത്തിൽ കിട്ടിയത് ആമമുട്ടയാണ്. ആമമുട്ട കിട്ടിയിട്ടുണ്ട്, അത് മാത്രം. വേറൊന്നും കേരളത്തിന് ഈ തവണത്തെ ആ ഒരു പദ്ധതിയിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായി നമുക്ക് ഇത് തരുമെന്ന്. കേട്ടോക്കെ. പുതുവത്സരാശംസകൾ എന്റെയും എന്റെ അല്ല, അതൊന്നും ഇപ്പൊ പറയണ്ട. പറഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതാക്കണ്ട. ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാവില്ലല്ലോ. അതിന്റെ രേഖയൊക്കെ ഞാൻ തരാം, ഫോറൻസിക്. പക്ഷെ അതിന് പകരം ഇതാണ് ആ രേഖ കേട്ടോ, നല്ല വലിയ രേഖയാണ്. ബാക്കി കേൾക്കാം. അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട്. അതിനവര് സ്ഥലം തരുമെന്ന് നോക്കട്ടെ. പ്രധാനമന്ത്രി 45 ദിവസം തിരുവനന്തപുരത്ത് വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യത്തിലൊക്കെ ഒരു അല്ല, അതൊക്കെ പ്രധാനമന്ത്രി പറയട്ടെ. അത് പ്രധാനമന്ത്രി പറയട്ടെ. അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലല്ലോ വരുന്നത്. മനസ്സിലായില്ലേ? പ്രധാനമന്ത്രി വരുന്ന ആ സമയത്ത് അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലല്ലോ വരുന്നത്. ഇതൊക്കെ പറയും, കാര്യങ്ങളൊക്കെ നടക്കും, നമുക്ക് എയിംസ് കിട്ടും എന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് ഇദ്ദേഹം ഒരു പാച്ചത്തെറി പറഞ്ഞു. ആരെയാ? നമ്മുടെ ആ ഒരു KSRTC മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് തെറി പറഞ്ഞേ, പച്ചത്തെറിയാ പറഞ്ഞേ. കേട്ടോ. എവിടെ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. എന്താ അഭിമാനം എന്ന് ആലോചിച്ചൊക്കെ. എനിക്ക് കൈയടിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ എനിക്ക് കുളിര് കോരും, ഉള്ള രോമൊക്കെ എണീച്ച് നിൽക്കുന്നുണ്ട്. എന്താ നോക്കി കാണണ്ട, കുറച്ചൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. എന്തായാലും എന്താ പറയുന്നേ, നമ്മളൊക്കെ ജയിപ്പിച്ചു വിട്ടാ മാന്യമര്യാദയ്ക്ക് മാത്രം ഭാഷയൊക്കെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്ന നമ്മുടെ മന്ത്രിമാര്, MLA-മാര്, MP-മാര് ഇമാതിരി വർത്താനൊക്കെ പരസ്യമായിട്ട് പറയുന്നല്ലോ. ഒരിക്കൽ മുടിയുടെ രോമൊക്കെ പിടിച്ചിട്ടൊരു വർത്താനം പറഞ്ഞായിരുന്നു. ഒന്നുകൂടി കേട്ടോക്കി. എന്ന് പറഞ്ഞാൽ തെറ്റിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. എന്തല്ലേ, ഇതാണ് ചാണകക്കുഴിയിൽ വീണാലുള്ള ഒരു അവസ്ഥ. ഇമാതിരി വർത്താനങ്ങളൊക്കെയാണ് ഈ ചാണകക്കുഴിയിൽ വീണവന്മാരെ നിലവാരം നടത്താം. എന്ത് ചെയ്യും? എന്തൊരു ദുരന്താന്ന് ആലോചിച്ച് അല്ലേ? ദുരന്തം എന്നല്ല, നമുക്ക് ഇതിന് എന്താ പറയാൻ കഴിയും? അതാണ് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും പോരാഞ്ഞ് ഈ ചങ്ങാതി ആലപ്പുഴയിലേക്ക് എങ്ങാണ്ട് പോയി. ആലപ്പുഴ പോയിട്ട് മൈക്ക് കിട്ടിയപ്പോ തൃശ്ശൂര് വന്നിട്ട് എയിംസ് ഞാൻ ഇവിടെ കൊണ്ടുവരും മറ്റേ മോനെ എന്ന് പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ അങ്ങോട്ട് മറന്നുപോയി. ചെങ്ങാതി ആലപ്പുഴ പോയി കഴിഞ്ഞപ്പോൾ ഈ മഹാനുഭാവൻ ആലപ്പുഴയിൽ പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ. തുലഞ്ഞു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ്, പുനരുദ്ധാരണമല്ല. അതിനെ പടുകുഴിയിൽ നിന്ന് കരകയറ്റണമെന്ന് കേരളത്തിലെ തൃശ്ശൂർക്കാരടക്കമുള്ള മലയാളികൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയൂ. കേരളത്തിനൊരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് തരണേ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ തന്തയ്ക്കുണ്ടായവനാണ്, ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒറ്റത്തന്തയ്ക്കുണ്ടാവുക എന്ന് പറയുന്ന സംഗതിയൊക്കെ ശരി, അതവിടെ പോട്ടെ. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാള് പറഞ്ഞത് ഞാൻ ആലപ്പുഴയ്ക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ തൃശ്ശൂരെത്തി ഇയാൾ തൃശ്ശൂർ കൊടുക്കുന്ന പറയും. പിന്നീട് എങ്ങാണ്ട് അത് തമിഴ്നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഇദ്ദേഹം തന്നെ പറഞ്ഞായിരുന്നു. ഇനിയും കുറെ വർത്തമാനമുണ്ട്, കേൾക്കണം. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ ഒരുപക്ഷെ ചിലപ്പം
അദ്ദേഹത്തോട് പറയും, അളിയൻ ഈ വീട്ടിൽ ഇനി അലുവ കൊണ്ടുവരരുത് എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ പറയാൻ പാകത്തിന് അളിയൻ ഇനി എയിംസ് എന്ന് പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് ചന്ദ്രശേഖരനോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെയോ വിളിച്ചിട്ട് അളിയ സുരേഷ് ഗോപി അളിയ ഇനിയിപ്പോ എയിംസ് അലുവ ഈ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു നടക്കണമെന്നില്ല എന്ന് പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പറഞ്ഞ് എവിടെയാ പോകുന്നതെന്ന് അറിയില്ല. രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ഉറക്കത്ത് പെട്ടെന്ന് വിളിച്ചാൽ എയിംസ് ഉറപ്പായിട്ടും തരും എന്ന് പറയുന്ന പാകത്തിലേക്ക് അദ്ദേഹം CPM-കാരും കോൺഗ്രസ്സുകാരും മതേതരത്വം അവരുടെ രാഷ്ട്രീയ ആശയമായിട്ട് കൊണ്ടു നടക്കുന്നു. BJP ഹിന്ദുത്വം അവരുടെ രാഷ്ട്രീയ ആശയമായിട്ട് കൊണ്ടു നടക്കുന്നു. കേരള കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ ആശയമുണ്ട്. മുസ്ലിം ലീഗിന് അവരുടെ രാഷ്ട്രീയ ആശയമുണ്ട്. സുരേഷ് ഗോപിക്ക് എയിംസ് ആണ്. ഇത് ഒരുമാതിരി ഊക്കായി പോയി. ഇങ്ങനെ ഊക്കരുത്. ഈ രണ്ടെണ്ണം കൂടിയിട്ട് നല്ല ഗംഭീര ഊക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എയിംസ് ഇനിയും അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത് ഇമ്മാതിരി ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എയിംസ് എവിടെ എന്നായിരിക്കും ശരിക്കും ചോദിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ അതേ വാക്കിൽ തന്നെയാണ്, പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നില്ല എന്നതാണ്. സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിൽ BJP-ക്കുള്ളിലെ തർക്കം രൂക്ഷമാണ്. കൂടുതൽ ജില്ലാ നേതൃത്വങ്ങൾ എയിംസിന് അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തി. എയിംസ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വേണമെന്ന് കുറച്ച് BJP-ക്കാര്, ആലപ്പുഴ വേണമെന്ന് കുറച്ച് BJP-ക്കാര്, തൃശ്ശൂരെ ഞാൻ കൊടുക്കുള്ളൂ എന്ന് നമ്മുടെ സുരേഷ് ചേട്ടൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും കൂടിയിട്ട് അവസാനം സീതാരാമൻ കൊടുത്തു കഴിഞ്ഞു. ആമമൊട്ട അങ്ങനെയുണ്ട്, ആമ സംരക്ഷണമോ അങ്ങനെ എന്തൊക്കെയോ സംഗതിയാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ വർത്തമാനം കേട്ടുകഴിഞ്ഞാല് എന്തോ ഗംഭീരമായിട്ട് നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നു എന്നൊക്കെ ധാരണ ഉണ്ടാക്കിയേക്കലാണ്. ഈ ധാരണയുള്ളൂ എന്നർത്ഥം. ഇങ്ങനത്തെ വർത്തമാനങ്ങളേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും വ്യക്തി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. എന്നാലും തെങ്കാശിയിലായാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാ പറയുന്നത്. ഒളിമ്പിക്സ് ഏഷ്യാനൊന്നും അല്ല, അതൊക്കെ പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മൾ. എന്ത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും പ്രകടന പത്രിക മാത്രം. മനസ്സിലല്ലേ? ഈ ഒരു വർത്തമാനം പറഞ്ഞതിനാണ് ഇദ്ദേഹത്തെ മറ്റേ മോനെ ഇവിടെ എന്ത് വരും, എയിംസ് വരും എന്നൊക്കെ അന്ന് ഇദ്ദേഹം പറഞ്ഞത്. ആലപ്പുഴ തന്നെ. അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. അതങ്ങനെ തന്നെ ആൾക്കാർ അറിഞ്ഞിരിക്കണം. 50 ലക്ഷം രൂപ 2021 കൊടുത്ത് 2021 അവസാനം തറക്കല്ലിട്ട് പോയി എന്ന് പറഞ്ഞാൽ AS-മായി TS-മായി. പക്ഷെ അതിന് ചില മാക്രികൾ. അതിന്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് ആരാണൊരു മ്യൂസിക് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സഹതാപമാണ്. പച്ച മലയാളത്തില് നല്ല സഹതാപം തോന്നുന്നൊരു മനുഷ്യനാണ്. ഈ ചെങ്ങാതിക്ക് ഇപ്പോഴും BJP-യുടെ സെറ്റപ്പ് ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് ഒരു രീതികൾ, കോൺഗ്രസ്സുകാർക്ക് ഒരു രീതിയുണ്ട്. അത് പറയാൻ നടപ്പിലാക്കാതിരിക്കുക, മുക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, BJP-ക്കാരുടെ രീതികളൊന്നും ഇപ്പോഴും ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തില്ല. ഇദ്ദേഹം വിചാരിച്ചത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കിട്ടുമെന്നാണ്. പക്ഷെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ എന്തെങ്കിലും അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതും ഈ ഒരു സർക്കാർ, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലനിൽക്കുന്ന സമയത്തല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും കൊടുക്കൂല എന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്നൊരു ഉത്തരവാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഈ പാവം സുരേഷ് ഗോപി ചേട്ടന് പോകുന്നില്ല. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ ഈ കമന്റുകളൊക്കെ ചോദിച്ചു പോകുന്നു എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വർത്തമാനമൊക്കെ കേൾക്കാൻ നിൽക്കണം. കാരണം തൻ്റെ വായിൽ തന്നെ വരുന്ന വാക്കുകളൊക്കെ അത്ര മോശമാണ്. അതേ മോശം വാക്കിൽ തന്നെ ആളുകളൊക്കെ തിരിച്ചു ചോദിക്കുന്നു എയിംസ് എവിടെ മറ്റേ മോനെ. എന്തു ചെയ്യും? ബൈ.